സ്കെച്ച് മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കയുടെ സീസണൊക്കെ ഇപ്പോൾ കഴിയാറായി. അപ്പോൾ നമുക്കിന്ന് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു വിഭവം തന്നെ ആയാലോ. ചക്കക്കുരുവും കൈപ്പക്കയും വെച്ച് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 50 ചക്കക്കുരുവോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ കളർ കോട്ടിംഗ് ഉണ്ടല്ലോ, തൊലി കഴിഞ്ഞാലും ഉള്ളിൽ ഒരു ബ്രൗൺ കളർ കോട്ടിംഗ് ഉണ്ടാവില്ല, അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുത്തിട്ടുണ്ട്. ബാക്കി അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് കളയേണ്ട, കാരണം അത് നല്ല പ്രോട്ടീൻ ഉള്ള സാധനമാണ്. അതുകൊണ്ട് അത് ഇനി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് കഴിച്ചാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ കൈപ്പക്ക എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസുള്ള കൈപ്പക്ക ഫുൾ എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് അതിന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. ഇതിപ്പോൾ നല്ല കയ്പ്പുണ്ട് ടൈപ്പ് കൈപ്പക്കയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഒഴിവാക്കിയാൽ കയ്പ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകുമാണ് വേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി ഞാനിതിപ്പോൾ കുറച്ചൊരു വലിപ്പണ്ട വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ അല്ലികളും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇത് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 5 പച്ചമുളക് ഇടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുണ്ട പച്ചമുളകാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്കതിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഇത് കടുവറുക്കാനുള്ള സാധനങ്ങളും ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല കയ്പ്പുള്ള ടൈപ്പ് കയ്പ്പയ്ക്കാണ്. അതുകൊണ്ട് അതിൻ്റെ കയ്പ്പ് കുറച്ചൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിൽ കയ്പ്പൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നല്ലോണം ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് തിളച്ചിട്ട് നല്ലോണം ആ പത വരില്ലേ, തിളക്കുമ്പോഴുള്ള ആ പത, അത് നല്ലോണം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അതിൽ നിന്ന് കയ്പ്പൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കയ്പ്പിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ കയ്പ്പൊക്കെ ഇഷ്ടമുണ്ടാവില്ലല്ലോ ചിലർക്ക്, കാരണം നല്ല കയ്പ്പായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ആ കയ്പ്പ് കുറച്ച് കുറയും. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്പ്പക്കയിൽ ഇതിപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. നല്ല പതയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ നമ്മുടെ ചക്കക്കുരുവിനെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ചക്കക്കുരുവിനെയും ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇനി നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും കുക്കറിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വേവാത്ത പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത ചക്കക്കുരുവിനെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലാകുമ്പോൾ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ കുക്കറിലേക്ക് തന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച കയ്പ്പൊക്കെ നമ്മൾ തിളപ്പിച്ചിട്ട് മാറ്റി വെച്ച കയ്പ്പൊക്കെ, അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ കയ്പ്പൊക്കെ ഒരുപാട് തിളച്ച് പോകണ്ട കേട്ടോ. കാരണം അങ്ങനെ ആയാൽ പിന്നെ അത് കുക്കറിൽ കിടന്ന് വേവും കൂടെ ചെയ്യുമ്പോൾ നല്ല വേവ് കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ തിളക്കുമ്പോൾ അതിൻ്റെ ആ പദം നല്ലോണം വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കയ്പ്പൊക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കയ്പ്പൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിടേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4-5 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ പച്ചമുളകിൻ്റെ അളവിൽ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇതിലേക്ക് തന്നെ ഇടാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും ഇത്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നാട്ടിലാണല്ലോ, അപ്പോൾ നാട്ടിലാകുമ്പോഴല്ലേ നമുക്ക് ഈ ചക്കക്കുരു വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഏകദേശം ഒരു ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന അത്രയും വെള്ളം, അതിനേക്കാൾ ഒരുപാട് കൂടുകയൊന്നും വേണ്ട കേട്ടോ. ഏകദേശം ഒരു ഇതിൻ്റെ ഒപ്പം വരുന്ന അത്രയും വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇത് കുക്കറിൽ കിടന്നിട്ട് ഒരു 3-4 വിസിൽ വേണ്ടി വരും ഈ ചക്കക്കുരു നല്ലോണം കുക്കായി കിട്ടാൻ. അപ്പോൾ 3-4 വിസിൽ അടുപ്പിക്കുക കേട്ടോ. ഞാൻ സാധാരണ ഒരു 3 അല്ലെങ്കിൽ 4 അതാ ഒരു വിസിലാണ് അടുപ്പിക്കൽ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് വേവ് കൂടാതെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 3-4 അതിൽ കൂടാണ്ട് കേട്ടോ വിസിൽ, അങ്ങനെ അടുപ്പിച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളവും ചക്കക്കുരും കയ്പ്പയ്ക്കയും ഉപ്പും പച്ചമുളക് ഇട്ടില്ലേ, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം.
ഇപ്പോൾ ഇത് വിസിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 വിസിലടുപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം കുറച്ച് വെള്ളം കാണുന്നുണ്ടല്ലോ അല്ലേ, അത് എക്സ്ട്രാൻ്റെ വെള്ളമാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒഴിവാക്കാം. ആ വെള്ളത്തിൽ നിന്ന് കോരി എടുത്തിട്ട് വേണം നമുക്കിത് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഇടാൻ. നമുക്കിനി ഇത് കടുക് വറുക്കാം, അത്രയേ ഉള്ളൂ. അതോടെ നമ്മുടെ ഈ ഉപ്പേരി റെഡിയാവും. അതാണ് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും ഉമ്മ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉമ്മയാണ് എനിക്കിപ്പോൾ ഇത് പറഞ്ഞു തരുന്നതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ നമ്മുടെ ഇഷ്ടം പോലെ ഒഴിക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഒഴിക്കാം. എന്തായാലും ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായ ശേഷം കടുക് ഇട്ടാൽ മതി. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളീനെ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ വെളുത്തുള്ളി, ആ വെളുത്തുള്ളീനെ നമ്മളൊന്ന് ചതച്ചെടുക്കുക. ചെറുതായി അരിയാണെങ്കിലും മതി, പക്ഷെ ചതച്ചെടുക്കുകയായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വെളുത്തുള്ളീനെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് വരണം, അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കുക. കാരണം ഈ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ അതിൽ വരുമ്പോഴായിരിക്കും ആ ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. ഈ വെളുത്തുള്ളി നമ്മൾ യൂസ് ചെയ്യാതിരുന്നാൽ, ഇതിന് പകരം ഇപ്പോൾ ചെറിയുള്ളിയോ അല്ലെങ്കിൽ വെറും കടുക് മാത്രം ഇട്ടോ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഈ വെളുത്തുള്ളി വരുമ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർ എന്തായാലും വെളുത്തുള്ളി ഇട്ട് തന്നെ അത് ചെയ്യാൻ നോക്കുക, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വെളുത്തുള്ളി ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാധനം ഇടാം. അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ കടുക് വറുക്കുമ്പോൾ സാധാരണ ഇടുന്നത് തന്നെ ചുവന്ന മുളക് ഞാനിപ്പോൾ ഒരു 3 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എരിവ് ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒന്നുകിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കുക, അല്ലെങ്കിൽ ചുവന്ന മുളക് ഇടണ്ടെന്ന് വെക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിന് ഇടാം. ഇതോടെ ഇട്ടാൽ നമ്മുടെ ഇപ്പോൾ ഇത് കടുക് വറുക്കേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് ആയി. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഉപ്പേരിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചതുണ്ടല്ലോ, ചക്കക്കുരുവും കൈപ്പക്കയും കൂടെ ഉള്ളത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിലർക്ക് ഈ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ ടൈപ്പിലായിരിക്കും ഇഷ്ടം. അങ്ങനെ ഇഷ്ടമുള്ളവർ അതിൽ ആ കുക്കറിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അതുപോലെ ആവും കേട്ടോ. ഞാൻ അങ്ങനെ ഒട്ടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നാടൻ ഐറ്റംസ്, നാടൻ ഉപ്പേരികളും കറികളൊക്കെ നമുക്ക് ഇനി ഉണ്ടാക്കാം. അപ്പം ഉമ്മാർ പറഞ്ഞു തരുമല്ലോ ഇവിടെ ആകുമ്പോൾ. അപ്പോൾ ഉമ്മാൻ്റെയൊക്കെ കയ്യിലുള്ള റെസിപ്പീസൊക്കെ ഞാൻ ഇനിയും ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കലുണ്ടെങ്കിൽ അതും പറയാം. ഇനി നിങ്ങൾ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. എൻ്റെ വീട് മലപ്പുറം വേങ്ങരയാണ്. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കൽ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ ഓരോ ഡിഷും ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക്